വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിലെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ട് നോക്കിയാൽ കാണാം, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഡീപ്പ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയനെ, അതായത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് ഒരു ചെറിയൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു റിയാക്ഷൻ ഒരു സപ്പോർട്ട് എടുക്കാനാണ് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിവേ, ഈ ഓൾ ടൈം ഹൈ, അതായത് പഴയ ഓൾ ടൈം ഹൈനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിന് വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക്ഔട്ട് ചെയ്യലും പിന്നെ അതിനൊരു നല്ല രീതിയിലൊന്ന് അവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2-3 തവണ റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയി. ഓരോ തവണ മുകളിലോട്ട് പോകുന്ന സമയത്തും കൃത്യമായി ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിയാൽ കാണാം, സപ്പോർട്ട് മാത്രമല്ല ഒരു റെസിസ്റ്റൻസും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെൻഡ് ലൈനിൽ നോക്കിയാൽ കാണാം, ഇത് ഒരു ചാനലിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് വന്നിട്ട് നോക്കിയാൽ കാണാം, ആ ഒരു ചാനലിനെ റെസ്പെക്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് എത്രത്തോളം എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എനിവേ, നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് മാർക്കറ്റ് ഒന്ന് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് മാർക്കറ്റ് വരേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഓൾ ടൈം ഹൈനെയാണ്. ഓൾ ടൈം ഹൈന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്താൽ അറിയാം, ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നത്. ആ മൂവ്മെന്റ് മുകളിലോട്ട് തരികയും ഈ ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ പ്ലസ് ഒരു 4 ഹവറിന്റെ ഒരു റിയാക്ഷൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് ഇവിടം വരെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്ത സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം, അതിന് താഴെയുള്ള ഒരു ട്രെൻഡ് ലൈനും കൂടി ഉണ്ട് 4 ഹവറിൽ. അതിന് കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനെയും ഒരുപക്ഷെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ഏരിയയാണ്. കുറച്ച് മുകളിലോട്ടും കൂടി കയറ്റി വരയ്ക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, ഒന്ന് താഴോട്ടേക്ക് വന്നു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോയതാണ്. അതായത് ഒരു സോളിഡ് ബയേഴ്സിന്റെ പ്രസൻസ് ഈ ഏരിയകളിൽ കാണുന്നുണ്ട്. അപ്പോൾ മിക്കവാറും മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഏരിയയ്ക്ക് വരെ വരാം. അത് വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻട്രി ചാൻസ് എന്നുള്ളതൊക്കെ നമുക്ക് 1 ഹവറിൽ പോയിട്ട് നോക്കാം. 1 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് ഏരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിന് 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഓൾ ടൈം ഹൈ ആയിരുന്നു. രണ്ടാമത്, ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു റെസിസ്റ്റൻസ് കാണാം, ട്രെൻഡ് ലൈനിലെ റെസിസ്റ്റൻസ് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ഈ ഒരു ഏരിയനെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇവിടേക്ക് ഒന്ന് ഇറങ്ങി, അതായത് ഈ ഒരു കൺസോൾട്ടേഷന്റെ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു എൻട്രി സാധ്യത ഉണ്ട്. ഒരു റീടെസ്റ്റിന് വരുന്ന സമയത്ത് എൻട്രി സാധ്യത ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എൻട്രി വെക്കേണ്ട ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വെക്കേണ്ട ഏരിയ എന്നൊക്കെ പറയുന്നത് ഇവിടം വരെയാണ്. ഇവിടെ എന്ന് പറയുന്നതിന്റെ കാരണം നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് വലിയൊരു ഡിസ്പ്ലേസ്മെന്റ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടം വരെ വെക്കാൻ പറഞ്ഞത്. ഇവിടെ നിന്നും വലിയൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വെക്കാം. അങ്ങനെ ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നിന്ന് മറ്റൊരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഒന്ന് താഴോട്ടേക്ക് വന്ന് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് എത്താൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ആദ്യത്തെ ട്രെൻഡ് ലൈൻ ഇത്, രണ്ടാമത്തെ ട്രെൻഡ് ലൈൻ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഒരു സിനാരിയോ ആണ്. ഇനി അടുത്ത സിനാരിയോ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്.
ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് എങ്ങനെയാ താഴോട്ടേക്ക് ഇറങ്ങണം, നല്ലൊരു ക്യാൻഡിലോട് കൂടി താഴോട്ടേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ മാർക്കറ്റ് ഡയറക്റ്റ് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഇംബാലൻസ് ഉണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചു നേരം കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇംബാലൻസിലേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഈ ഒരു സിങ്ങിന്റെ ഹൈയിലേക്ക് വന്നതിന് ശേഷമോ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാം. ഈ ഒരു സിങ്ങാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു ഹൈയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് കയറി പോവാം. അല്ല, ഒരുപക്ഷെ ഒന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഒരുപക്ഷെ ഇതിന് താഴെയുള്ള മറ്റൊരു ട്രെൻഡ് ലൈൻ, നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രെൻഡ് ലൈനിൽ ഒരുപക്ഷെ റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മിക്കവാറും ഇവിടെ നിന്ന് തന്നെ കയറി പോവാം. കാരണം മാർക്കറ്റ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ട്. വളരെ കൃത്യമായി പ്രൈസ് ആക്ഷൻ എടുത്തിട്ടാണ് ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്, ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ബ്രേക്ക്ഔട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനു മുന്നേ വന്ന ക്യാൻഡില് അല്ലെങ്കിൽ അതിനു മുന്നേ ക്രിയേറ്റ് ചെയ്ത സിങ് എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്ക് വന്ന് ക്ലിയർ ആയിട്ടൊരു ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ മിക്കവാറും വരികയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ ആയിരിക്കും റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വലിയ ക്യാൻഡിൽ റിജക്ഷൻസോ മറ്റോ കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് എടുക്കാം. മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വെക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് പോവാം. ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ 3 സിനാരിയോകളാണ് പറഞ്ഞിരിക്കുന്നത്. 1 മുകളിലോട്ടുള്ള പോക്ക്, 2 താഴോട്ടേക്ക് വന്നിട്ട് താഴോട്ടേക്കുള്ള വരവ്, 3 താഴോട്ടേക്ക് വന്നിട്ട് മുകളിലോട്ടുള്ള പോക്ക്. അപ്പൊ ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ഏരിയയിൽ എത്തുന്ന സമയത്ത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്.